Okay. Good morning, all of you. All of you mark your attendance. Mark your attendance now. Okay. അപ്പൊ നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചത്? എല്ലാവർക്കും ക്ഷീണായതുകൊണ്ട് നമ്മൾ കുറച്ചേ എന്ന് പറഞ്ഞുള്ളൂ അല്ലേ? ഓക്കെ. പവർഗാക്ഷരങ്ങളായിരുന്നു പറഞ്ഞത് അല്ലേ? വെരി ഗുഡ്. പവർഗാക്ഷരങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞത് അല്ലേ? കുറച്ച് പിക്ചർ പരിചയപ്പെട്ടു നമ്മളെ അല്ലേ? പായിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പശു. നെക്സ്റ്റ് വൺ ഫലം. അടുത്തത് ബലൂൺ. ഭരണി. മാങ്ങ. ഇത്രയും വേർഡ്സ് നമ്മൾ പറഞ്ഞു അല്ലേ? അത് കൂടാതെയോ പശു പശ. നെക്സ്റ്റ് വൺ ഫലം ഫലിതം. അടുത്തത് ബലൂൺ ബാലൻ. ബായിൽ സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലേ? ഭയം. പിന്നെയോ ഭരണി അല്ലേ? ഭരണി ഭയം. അടുത്തത് മാനം. നെക്സ്റ്റ് മായില് മാങ്ങ. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ആ ഡോട്ട് മക്കൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ? അതിന്റെ മുകളിൽ എഴുതിയോ? പശു ഫലം ബലൂൺ ഭരണി മാങ്ങ. ഇത്രയും കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടോ മക്കള്? യെസ് ഓർ നോ? യെസ്, വെരി ഗുഡ്. അപ്പൊ പിക്ചേഴ്സ് കണ്ടില്ലേ മക്കളെ? പവർഗാക്ഷരങ്ങൾ ഏതൊക്കെയാണ്? അല്ലേ? ഓക്കെ. നെക്സ്റ്റ് നമ്മള് പായിൽ 2 വേർഡ്സ് പഠിച്ചു. അങ്ങനെ ഒരു പവർഗങ്ങളിൽ മുഴുവനും 2 വേർഡുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ഏതുവരെയാണ് നമ്മള് വ്യഞ്ജനാക്ഷരങ്ങൾ ഏതക്ഷരം വരെ എഴുതി? കവർഗാക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് അടുത്തേതാ? ചവർഗങ്ങള്. അടുത്ത ടവർഗങ്ങള്. നെക്സ്റ്റ് പവർഗങ്ങള് അല്ലേ? അപ്പൊ അതിൽ നമ്മൾ തവർഗങ്ങൾ വരെ പഠിച്ചിട്ടുണ്ട്. ഉണ്ടോ അൻവിത? യെസ്. എഴുതാൻ പഠിച്ചിട്ടുണ്ടോ മക്കളെ കാണാതെ? ഓക്കെ. അപ്പൊ അത് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ. ഓൾ ഓഫ് യു ടേക്ക് യുവർ സ്ലേറ്റ് ആൻഡ് പെൻസിൽ. ഓക്കെ, നമുക്ക് എഴുതാം അല്ലേ? എല്ലാരും റെഡിയാണല്ലോ ഇന്ന്? നൂഹ്, ആയിഷ, അമാനൊക്കെ കുറച്ച് ഉറക്കം വരുന്നുണ്ട് തോന്നുന്നു അല്ലെ? അവിടെ രാവിലെ ആയതേ ഉള്ളൂ അല്ലേ? ഓക്കെ. ബാക്കി എല്ലാവരും ഫ്രഷ് ആയിട്ടാ ഉള്ളത്. നമുക്കെന്നാ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? എങ്ങനെ എഴുതണം? നമ്മൾ കാഖ മുതൽ തന്നെ എഴുതണം, അല്ലെങ്കിൽ നമ്മൾ മറന്നുപോകും. അപ്പൊ ഈ അക്ഷരങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മൾ സ്വരാക്ഷരങ്ങൾ മറക്കരുതേ. ഓക്കെ. അപ്പൊ നമ്മൾ അത് എല്ലാ ദിവസവും എന്ത് ചെയ്യണം? കഴിഞ്ഞ അക്ഷരങ്ങൾ കൂടി ഓർത്ത് എഴുതിക്കൊണ്ടിരിക്കണം. ഓക്കെ. അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങൾ കവർഗങ്ങൾ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനാണോ ഫസ്റ്റ് ആവോ നിങ്ങളാണോ നോക്കട്ടെ? റെഡി? നിങ്ങൾ മത്സരിക്കാൻ തയ്യാറാണോ എന്നോട്? ഓക്കെ, എന്നാ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെഡി? 1 2 3 സ്റ്റാർട്ട്. നമുക്ക് നോക്കാം ആരാ ഫസ്റ്റ് ആവുകയെന്ന്. നോക്കട്ടെ, മിസ്സാണോ മക്കളാണോ ഫസ്റ്റ് ആവുന്നേ നോക്കട്ടെ. ഖ ഗ ഖ ഘടികാരം. ഓക്കെ. നെക്സ്റ്റ് വൺ മാങ്ങ. മാങ്ങ. നെക്സ്റ്റ് അടുത്തത് ചായാണ്. ചവർഗങ്ങൾ. ചക്ക, ഛത്രം, ജനൽ, ചഷം, ഞണ്ട്. ഞണ്ട്. നെക്സ്റ്റ് വൺ ടവർഗങ്ങളാണ് നമുക്ക് എഴുതേണ്ടത്. ക ച ട. മിസ് ഒരു സൂത്രം പറഞ്ഞു തന്നിട്ട് ഞങ്ങൾക്ക് ഓർക്കാൻ. പട്ട ഹച്ചട്ട എന്നാണ്. അപ്പൊ ട. കുട, പീഠം, ഗരുഡൻ,
ഗരുഡനല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും ആയിരിക്കുവേ. മിസ് ഏകദേശം ഒന്ന് പറയുന്നേ ഉള്ളൂ. ധക്ക, ഠ ഡാഠ ണ വീണ, അല്ലെങ്കിൽ അരണ ഒക്കെ പറയാട്ടോ. നാ വരണം. അയ്യോ, അതാർക്കാ കഴിഞ്ഞേ? ഈശാനി, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. എന്നെ തോൽപ്പിച്ച് ഫസ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നിങ്ങളാ എന്നെ കാണും ഫസ്റ്റ് ആയതല്ലേ? വെരി ഗുഡ് മക്കളെ, സൂപ്പർ. കാണാണ്ട് എഴുതിയല്ലേ? രഥം, ദന്തം. വെരി ഗുഡ്. നെക്സ്റ്റ് നരി അല്ലേ? ഇനി പായാണ് മിസ്സിന് എഴുതണ്ടേ. മിസ്സിന് ഇത്രേ സ്ഥലമുള്ളൂ, ഇവിടെ എഴുതുന്നുണ്ടേ. അപ്പൊ പാ നമ്മള് പഠിച്ചില്ലല്ലോ ഇതുവരെയാണ്. ഓക്കെ ഓക്കെ മക്കളെ, ഓക്കെ ഓക്കെ, ഞാൻ എഴുതിയില്ല. അടുത്തത് നമ്മള് പഠിക്കണത്രേ. പവർഗങ്ങള് നമ്മള് പഠിക്കണം. ഇത് കാണുന്നില്ലേ മക്കളെ? ഇത് കാണുന്നുണ്ടോ ഇപ്പോ? ദൈവമേ, ഇത് കാണുന്നില്ല ഈ കാക്കങ്ങ? ഓക്കെ മക്കളിപ്പോ ആരാണ്? ഓക്കെ, ശ്രദ്ധിക്കുക. മിസ് സ്ക്രീൻ ഷെയർ ചെയ്തത് കാണാത്ത ആരെങ്കിലും ഉണ്ടോ? ഇപ്പം ബോർഡിൽ എഴുതിയത് കാണാത്തെ? അൻവിതക്ക് കണ്ടില്ല, പിന്നെ ആർക്കാ കാണാത്തെ? മിസ് എഴുതിയത് ബാക്കി എല്ലാവർക്കും കണ്ടിന് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അൻവിത കുട്ടിക്ക് എന്ത് പറ്റി? നെറ്റിന് പ്രോബ്ലം ഉണ്ടോ? മിസ് സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ. കാക്ക താത്ത നാ വരെ എഴുതി. ഇതാ കണ്ടോ, കാണിച്ചു തരാ. താത്ത നാ വരതാ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് പവർഗങ്ങളാണ്. ഓക്കെ, കാണുന്നുണ്ടോ? ഇല്ല, ഞാൻ പാപ്പ എഴുതിയില്ല, കാരണം നമ്മളത് പഠിച്ചില്ല. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. ഇത് കളയുവാണേ മിസ്. നമുക്ക് ഇന്ന് പുതിയ പവർഗങ്ങൾ എഴുതാൻ പഠിക്കണം. അപ്പൊ ഞാൻ ഇത് ക്ലിയർ ചെയ്യുവാണ്. ഓക്കെ, ക്ലിയർ ചെയ്യുവാണ്. ഈ എഴുതിയത് ക്ലിയർ ചെയ്യുവാണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമുക്ക് ഇന്ന് മായാണ്. നോക്കിയേ, നമ്മൾ പഠിച്ച അക്ഷരമാണ് റ, ര, ന, ത, പ. ഓർമ്മയുണ്ടല്ലോ? എങ്ങനെയാ പ എഴുതേണ്ടത്? ഇങ്ങനെ റ എഴുതി, നെക്സ്റ്റ് നീട്ടി വരച്ചു മുകളിലോട്ട്. ഇതാണ് പ. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ അക്ഷരമാണ് പ എന്നത്. ആരാണോ സംസാരിക്കുന്നുണ്ട് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, അപ്പോ പ എന്ന അക്ഷരം നമ്മള് റ, ര, ന, ത, പ അതിൽ പഠിച്ചതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഫ. അടുത്തത് ഫലം എന്നില്ല, ഫ്രൂട്ട്സ് എന്നുള്ള ഫലം എന്നില്ല, പ. എങ്ങനെയാ? പ എഴുതിയിട്ട് ഇങ്ങനെ താഴോട്ടാക്കണം. ഫലം എന്ന് എഴുതാൻ ആ ഫയാണ് ഇത്. ഫ, രണ്ടാമത്തെ ഫ. നെക്സ്റ്റ് വൺ ബലൂൺ ആണ്. ഇത് എഴുതാൻ കിട്ടുന്നുണ്ടോ മക്കൾക്ക്? അടുത്തത് ബ. എങ്ങനെ എഴുതണം നോക്കാം അല്ലെ? ഇങ്ങനെ എടുത്ത് ഇവിടെ വെച്ച് ഏച്ചിനെ നമ്മൾ പഠിച്ചില്ലേ, അതുപോലെ എഴുതി ഇതിന്റെ മുകളിലേ ഇങ്ങനെ എഴുതി, നെക്സ്റ്റ് ഇങ്ങനെ നീട്ടി മുകളിലോട്ട്. നോക്കിയേ, 3 സ്റ്റെപ്പ് ഉണ്ട് അല്ലേ? ഏതൊക്കെയാന്ന് നോക്കാം നമുക്ക്. ഇതാ മിസ് ഒന്നുകൂടി എഴുതാ, ശ്രദ്ധിക്കുക. ഇങ്ങനെ എടുത്ത് ഏച്ചിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി അല്ലേ? ഇവിടുന്ന് തന്നെ മുകളിലോട്ട് എടുത്ത് ഇങ്ങനെ എടുത്ത് നെക്സ്റ്റ് നേരെ നീട്ടി വാ എഴുതും പോലെ. മനസ്സിലായ? അപ്പൊ ആദ്യത്തത് ഏ ചിഹ്നം ഇട്ടു, നെക്സ്റ്റ് ഒരു വാ എഴുതി വെച്ചു അതിന് മുട്ടിച്ചിട്ട്. ബ. ഇതാണ് ബ. ബാലൻ, ബലൂൺ എന്നൊക്കെ എഴുതുന്ന ബ. പഠിച്ചോ മക്കളെ? ഒന്ന് കൈ കാണിച്ചേ പഠിച്ചെങ്കില്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നോക്കിയേ. 4ാമത്തെ ഭ. ഭരണീന്ന് എഴുതുന്നേ. ഭരണീന്ന് എഴുതുന്ന ഭ കണ്ടോ? ഇങ്ങനെ എടുത്ത് ഇവിടുന്ന് നമ്മള് ഇങ്ങനെ വളച്ചിട്ട് ഇങ്ങനെ എടുക്കണം. കണ്ടോ? എങ്ങനെയാ നോക്കിയേ മക്കള്? റാ എഴുതും പോലെ എഴുതാൻ എടുത്തു. നെക്സ്റ്റ് നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്തു? ഉള്ളിലോട്ട് വളച്ചു. എന്നിട്ട് വളച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ തന്നെ കൊണ്ടുവെക്കണം.
ഇതാണ് ഭ, ഭരണി. ഡെൽവിൻ പഠിച്ചോ? വെരി ഗുഡ്. ഫാത്തിമ, മെഹറിൻ, ആദിയ, ഓക്കെ, എല്ലാവരും എഴുതിയ മക്കളെല്ലാവരും. അപ്പൊ നാലാമത്തെ ഭ, ഭരണി എന്നുള്ള ഭ, ഭയം, ഭരണി എന്നൊക്കെയുള്ള ഭായാണ് നമ്മളിപ്പോ എഴുതാൻ പഠിക്കുന്നത് അല്ലേ? പവർഗങ്ങളില് നാലാമത്തെ ഭ. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കിയേ, മാ. നമ്മൾ പഠിച്ചതല്ലേ മാ അല്ലേ? റ, ര, ന, ത, പ, വ, സ, ല, മ. ഇതൊക്കെ നമ്മൾ പഠിച്ചാണ്. അപ്പൊ മാ എന്ന അക്ഷരമാണ് ഇവിടെ എഴുതേണ്ടത്. മ. ഓക്കെ, അപ്പോ പ, ഫ, ബ, ഭ, മ. പശു, പ, പശു, പശ. ഫ, ഫലം, ഫലിതം. ബ, ബലൂൺ, ബാലൻ. ഭ, ഭരണി, ഭയം. മ, മാങ്ങ, മാനം. ഇത്രയാണ് നമ്മൾ പഠിച്ചത്. മരം എന്നൊക്കെ എഴുതാൻ ഈ മായാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ മക്കൾക്ക്? ഇപ്പൊ മാ എങ്ങനെ എഴുതണം? മാ നമ്മൾ പഠിച്ചാണ് ഓൾറെഡി അല്ലേ? അപ്പൊ പ, ഫ, ബ, ഭ, മ. അപ്പോ കവർഗങ്ങൾ പഠിച്ചിട്ടുണ്ട്. ക, ഖ, ഗ, ഖ, 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 ഗ, ഖ, ങ. ഛായ്, ഛ, ഝായ്, ഛ, ഞ. ഠൈ, ഠ, ഡൈ, ഠ, ണ. തായ്, ഥ, ദൈ, ഥ, ന. പായ്, ഭ, ബൈ, ഭ, മ. ഇത്രയാണ് നമ്മൾ പഠിച്ചത് അല്ലെ? അപ്പൊ കവർഗങ്ങള്, ചവർഗങ്ങള്, ടവർഗങ്ങള്, തവർഗങ്ങള്, പവർഗങ്ങള്, ഇത്രയും നമ്മൾ പഠിച്ചു അല്ലേ? ഓക്കെ, പാപ, ബാപ, മ. മക്കളെല്ലാവരും ഇത് എഴുതി 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 തറവാക്കണം കേട്ടോ അക്ഷരങ്ങള്. ഓക്കെ, എഴുതിയോ മക്കളെ? ആദിഷ് എഴുതിയോടാ? ഓക്കെ, കിട്ടുന്നുണ്ടോ എഴുതാൻ എല്ലാവർക്കും? അപ്പൊ പവർഗങ്ങൾ നമ്മൾ ഇന്ന് എഴുതാൻ പഠിച്ചത് അല്ലേ? അതുവരെയുള്ളത് കംപ്ലീറ്റ് മക്കൾ പഠിച്ചിരിക്കണേ. എഴുതിയോ? വെരി ഗുഡ്. അൻവിത എഴുതി, ഏദൻ ജെ മാത്യു എഴുതി, ആയിഷ മാനക്കുട്ടി ഒന്നും എഴുതിയില്ല. റഫാൻ എഴുതി, മുഹമ്മദ് ഷാസിൽ, ഇഷാനി, ഷാനു, ഷഹൽ, ആദിയ, മധു എല്ലാരും എഴുതിയിട്ടുണ്ട് അല്ലേ? അൻവിത, ഡെൽവിൻ, ബിജു, ആദിഷ്, ഫാത്തിമ, റിയാൻ എഴുതി, ഫാത്തിമ ജാബിർ എഴുതിയിട്ടുണ്ട്, എയ്തൻ തോമസ് എഴുതിയിട്ടുണ്ട്, വൈഗ എഴുതി, മോളെ ആദിഷ് എഴുതിയല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, സൂപ്പർ. ആയിഷ മാൻ എഴുതിയോ? ആയിഷ പഠിച്ചോ? അപ്പൊ നമ്മൾ കവർഗങ്ങൾ മുതല് പവർഗങ്ങൾ വരെ പഠിച്ചിട്ടുണ്ട്. അതായത് കാഖ ഗഖ മുതല് പ ഭ ബ ഭ മ വരെ പഠിച്ചു അല്ലേ? ഇനിയാണ് നമുക്ക് അടുത്ത അക്ഷരങ്ങളിലേക്ക് പോകുന്നത്. ഓക്കെ, ഇപ്പൊ എല്ലാവർക്കും ക്ലിയർ ആണോ? ആദിശ്രീ, ഫാത്തിമ, മെഹറിൻ വീഡിയോ ഓൺ ചെയ്തേ മോളെ. ഓക്കെ, ഉമർ ജാഫർ എഴുതിയോ? ഉമർ ജാഫർ, റിയാൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, നല്ല മക്കളാണ്, എല്ലാരും എഴുതിയിട്ടുണ്ട് അല്ലേ? ഷാസിൽ എഴുതി, എല്ലാവർക്കും അറിയോ? അഭിനവേ എഴുതിയോ മോനെ? ഷഹൽ എഴുതിയോ? ഷഹലേ, ആഹാ, ഗുഡ് ബോയ്. ഓക്കെ, അപ്പോ നമ്മള് കഖ ഗഖ ഛ ഛ ജ ഛ ഞ ഠ ഠ ഡ ഠ ണ ത ഥ ദ ഥ ന പ ഫ ബ ഭ മ. ഇത്രയും അക്ഷരങ്ങൾ പഠിച്ചു. അത് ഓർക്കാൻ ഒരു വഴി എന്താണെന്നറിയോ? നിങ്ങൾക്ക് ഓർഡർ തെറ്റാണ്ടിരിക്കാൻ ക ച ട ത പ ഓർത്തു വെക്കുക. അപ്പൊ കായാണ് ആദ്യം, രണ്ടാമത്തത് ട എഴുതാതെ ച എഴുതാൻ ക ച ട ത പ എന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റിലേക്ക് പോയിക്കോട്ടെ മിസ്, അടുത്ത പേജിലേക്ക് പോയിക്കോട്ടെ. ആർ യു റെഡി? യെസ്, നോ? അൻവിത എഴുതിയോ? അൻവിത എഴുതിയില്ല. അൻവിതക്ക് മനസ്സിലായില്ല. റിയാന് മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത് നമുക്ക് യാരാലാവ പഠിക്കാനുണ്ട് അത്രേ അല്ലേ? ഓക്കെ, അത് അവിടുന്ന് നോക്കട്ടെ. ഇനി നിങ്ങളുടെ പേജിൽ എന്താ ഉള്ളത്? കുറച്ച് വേർഡ്സ് വായിക്കാം എഴുതാന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ? നിങ്ങൾ കണ്ടോ മക്കളെ? അത് പേജ് നമ്പർ എത്രയാ മക്കളെ? അതില് 34 ഇതാണോ ഈ മിസ് കാണിക്കുന്ന ഈ സംഭവമാണോ ഉള്ളത്? തായം. യെസ്, വെരി ഗുഡ്. ഓക്കെ, all of you take your textbook page number 34. ഓക്കെ, ശ്രദ്ധിക്കുക മക്കള്, വായിക്കാം എഴുതാം ഉണ്ട്. നമ്മൾ കുറേയേറെ അക്ഷരങ്ങൾ പഠിച്ചു അല്ലേ? പഠിച്ചോ ഇല്ലയോ?
ഇന്ന് കൈ കാണിച്ചേ മിസ്സിനെ. പഠിച്ചു. അപ്പൊ അത് വെച്ച് മക്കൾക്ക് വായിക്കാൻ പറ്റുമോ? നമുക്ക് നോക്കാം. മിസ് ചോദിക്കുന്ന ആൾ ഓരോന്നായിട്ട് വായിക്കണം. ഓക്കെ, നിങ്ങൾ പഠിപ്പിച്ചുവല്ലോ മിസ്. അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ നോക്കട്ടെ. ഓക്കെ, ഫസ്റ്റ് വൺ എന്താ കാണുന്നത്? അക്ഷരം നോക്കണം. പിക്ചർ നോക്കിയിട്ട് കാര്യമില്ല, അക്ഷരം നോക്കി മക്കൾ വായിക്കണം. അപ്പൊ അതില് യാ പഠിച്ചില്ലേ? യാ പഠിച്ചില്ല അല്ലെ? ഓക്കെ, അപ്പൊ യാമാണ് അടുത്തത് അല്ലേ? ചായം. അപ്പൊ അത് നിങ്ങൾക്ക് അറിയില്ല, ഏതും വായിക്കാൻ അറിയില്ല അല്ലെ? നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പൊ യാ, രാ, ലാ, വാ, ശ, ഷ, സ, ഹ, ള, ഴ, റ ഇത്രയാണ് അതിലുള്ളത്. ഇനി നമുക്ക് പഠിക്കേണ്ട വ്യഞ്ജനാക്ഷരങ്ങളാണ് അവിടെ ഉള്ളത്. ഓക്കെ, അപ്പൊ അതില് ഫസ്റ്റ് വൺ മിസ് എന്നെ വായിച്ചു തരാം. ചായം. ചാക്ക് ആ ചിഹ്നോട്ടിട്ട് യായാണ് നമുക്ക് ഇനി പഠിക്കാനുള്ള അക്ഷരം അല്ലെ? ഓക്കെ, അപ്പോ അതിന് തൊട്ട് താഴെ മക്കൾ എഴുതിയേ ചായം. അതിന് തൊട്ട് താഴെ ഡോട്ടിന്റെ മുകളിലേ എഴുതിയേ ചായം. നെക്സ്റ്റ് വൺ എന്താ? മഷി. അടുത്ത താഴോട്ട് വായിക്കാം. താഴോട്ട് മഷിയല്ല, താരം. മൂന്നാമത്തത് പാലം. മ്യൂട്ട് ചെയ്ത് വെച്ച് മക്കളെ. പാലം. അടുത്തത് വട. വട. നെക്സ്റ്റ് വൺ നോക്കിയേ, മേശ അല്ലേ? അപ്പൊ നമ്മൾ എത്ര അക്ഷരം പഠിച്ചു? ചായം, താരം, പാലം, വട, മേശ. എഴുതിയോ മക്കള്? താഴെ യാ, രാ, ല, വ, ശ ഇത്രയും അക്ഷരങ്ങളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അതില് റെഡിങ്കിൽ എഴുതിയ അക്ഷരങ്ങൾ യാ, രാ, ല, വ, ശ അതാണ് നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങളിൽ നെക്സ്റ്റ് പഠിക്കേണ്ട ലെറ്റർ അല്ലെ? അപ്പോ ചായം എന്നുള്ളതിൽ കണ്ടോ റെഡിങ്കിൽ എഴുതിയിട്ട് യാ, അതാണ് അടുത്ത് എഴുതാൻ പഠിക്കേണ്ടത് നമുക്ക് അല്ലെ? യാ. അടുത്ത താഴത്തേൽ താരം ര. അടുത്തത് പാലം ല. അടുത്തത് വട അതിലോ വ. നെക്സ്റ്റ് മേശ. മേശ. അപ്പൊ യാ, രാ, ല, വ, ശ ഇത്രയും അക്ഷരങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോ പിക്ചർ നോക്കിക്കോ. ചായം ഫസ്റ്റ് വൺ. നെക്സ്റ്റ് താരം. ഡോട്ട് കംപ്ലീറ്റ് ചെയ്തേ മക്കളെ, അതിന്റെ മുകളിലേക്കൂടെ എഴുതിയേ ഒറ്റക്ക്. ഇനി പാലം, വട, മേശ അത്രയും എഴുതിയാൽ മതി ആദ്യം. ചായം, താരം, പാലം, വട. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മക്കൾ എഴുതിയല്ലേ? അപ്പൊ നമുക്ക് ഇനി ആ ലെറ്റേഴ്സ് ആണ് പഠിക്കാൻ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമുക്ക് ഇനി ഏത് പഠിക്കണം? യാ എന്ന അക്ഷരമാണ് എഴുതാൻ പഠിക്കേണ്ടത്. ഇതിൽ കുറച്ച് ലെറ്റേഴ്സ് നമ്മൾ പഠിച്ചാണ് ഓൾറെഡി. രായ, രാ അറിയാ, ലാ അറിയാ, വാ അറിയാ അല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഓക്കെ, വെരി ഗുഡ്. അപ്പൊ യായും ഷായും നമ്മൾ പഠിച്ചിട്ടില്ല അല്ലേ? നമുക്ക് യാ എന്ന അക്ഷരം എഴുതാം. എങ്ങനെ എഴുതണം നമുക്ക് നോക്കാം. യാ എന്ന അക്ഷരം അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. യാ. ഫാത്തിമ എഴുന്നേറ്റ് പോകുന്നേ. ഫാത്തിമ ജാബിർ ഇവിടെ ശ്രദ്ധിക്കണം. അവിടെ ഇരുന്ന് ഇവിടെ ശ്രദ്ധിച്ചേ, നമുക്ക് പഠിക്കണ്ടേ? ഓക്കെ, മിസ് ഇത് ക്ലിയർ ചെയ്യുന്നേ. നെക്സ്റ്റ് നമ്മൾ ഇന്ന് പഠിക്കാനുള്ള അക്ഷരം യാ. യാ നോക്കിയേ, യാ എങ്ങനെ എഴുതണം നോക്കിയേ മക്കളെ. ഇങ്ങനെ എടുത്തു, ഇതിലേ കൊണ്ടുപോയി, ഇങ്ങനെ ഇതിലേ കൊണ്ടുപോയി. യെസ്. എന്താണ് അൻവിത കുട്ടി? അയ്യോ, സ്ക്രീൻ ഷെയറിങ് കാണുന്നില്ല. എന്ത് പറ്റി? നെറ്റ് സ്ലോ ആണോ മോക്ക്? ബാക്കി വൈഗ കാണുന്നുണ്ടോ? വൈഗ? യെസ്, ഓക്കെ. ഫാത്തിമ മെഹറിൻ കാണുന്നില്ലേ? അൻവിത കുട്ടി കാണുന്നില്ല? അയ്യോ, എന്ത് പറ്റിയടാ? യാ ഇവിടെ മിസ് എഴുതിയിട്ടുണ്ട് ഇപ്പൊ. അഭിനവിന് കാണുന്നില്ലേ? റഫാന് കാണുന്നുണ്ടോ? റഫാൻ യാ എഴുതിക്കോ മക്കള്.
യാ ഉണ്ടോ? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ എടുത്ത് ഇതിലേ എടുത്ത് ഇവിടുന്ന് എടുത്ത് ഇങ്ങനെ എടുത്ത് പുറത്തേക്കെടുത്ത് മുകളിലോട്ട്. ഓക്കെ, എഴുതാൻ കിട്ടുന്നുണ്ടോ മക്കൾക്ക്? ഉണ്ടോ മക്കളെ? ഒരു യാ എഴുതിയിട്ട് അതിന്റെ മുകളിലേ എഴുത്. ദാ ഇങ്ങനെ എടുത്തോ. പഠിച്ചു. അൻവിത പഠിച്ചുവല്ലോ. അൻവിത ദാ ഫാത്തിമ മെഹറിൻ എഴുതിയോ? എഴുതി. ലുബാബ എഴുതി. നെക്സ്റ്റ് അടുത്ത ആരാ നോക്കട്ടെ. അഭിനവ് എഴുതിയോ? അഭിനവേ കിട്ടുന്നുണ്ടോ? ഒന്നിന്റെ മുകളിൽ എഴുതി നോക്കിയേ. ഫാത്തിമ എഴുതിയേ? ഫാത്തിമ ജാബിർ എഴുതിയോ മോളെ? ഓക്കെ. നെക്സ്റ്റ് ഏതൻ ജെ മാത്യു. റിയാൻ എന്തായി മോനെ? എഴുതിയോ? ആയിഷക്കുട്ടി എഴുതുന്നുണ്ടോ? ഇഷാനി എഴുതി. വെരി ഗുഡ് ഇഷാനി. റഫാൻ, ഷഹൽ. ഓക്കെ, വെരി ഗുഡ്. ഏതൻ തോമസ് എഴുതിയോ? ഏതനെ. ഷാസിൽ എഴുതിയോ? ഷാസിൽ. ആദിഷ എഴുതിയോ? ആദിഷേ. വൈഗ കുട്ടി എഴുതിയോ? എൽവിൻ എഴുതിയോ മോനെ? ലുബാബ എഴുതി. ആദിശ്രീ. ആയിഷാമാന എഴുതി. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ യാ എങ്ങനെ എഴുതണ്ടെന്ന് മനസ്സിലായോ മക്കൾക്ക്? ദാ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ എടുത്ത് ഇതിലേ കൊണ്ടുവന്ന്. ബുദ്ധിമുട്ടുണ്ടല്ലേ? ഇങ്ങനെ. വൈകി എഴുതിയോ? വെരി ഗുഡ്. ഷാസിൽ എഴുതിയോ മോനെ? ഷാസിൽ. എഴുതിയില്ല. ആദിശ്രീ എഴുതിയല്ലേ? ഓക്കെ, വെരി ഗുഡ്. കാണിച്ചു തരാം. ശ്രദ്ധിക്കണേ. ദാ ഇവിടുന്ന് എടുത്തു മിസ്. ഇങ്ങനെ കൊണ്ടുവന്നു. ഇങ്ങനെ ഇതിലേ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? മുകളിലോട്ട്. അപ്പൊ എത്ര സ്റ്റെപ്പായി? ഇവിടുന്ന് എടുത്തു, ഇങ്ങനെ എടുത്തു, എന്നിട്ട് എന്ത് ചെയ്യണം? ഇതിലേ എടുത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് മുകളിലോട്ട്. ഓക്കെ, ഇങ്ങനെ എടുത്തു. ഇങ്ങനെയാണ് ശരിക്കും എഴുതണ്ടേ കേട്ടോ. ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ. ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇതിലേ എടുത്തു. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് താമരയിലാക്കാം. വേണമെങ്കിൽ ഇങ്ങനെ ഉണ്ടോ? ഇവിടെ മുട്ടിച്ചാൽ താമരയാവും. എന്നിട്ട് ഇതിലേ ഇങ്ങനെ മുട്ടിച്ചാൽ താമരയാവും. ഞാൻ എഴുതിയിട്ട് നല്ല താമര ഉണ്ടോ? താമര അല്ലേ? ഓക്കെ, ഞാൻ എഴുതിയോ മക്കള്? ഓക്കെ, പഠിച്ചോ? അതിന്റെ മുകളിലേ എഴുതിക്കോ മക്കള്. ഇങ്ങനെ കൊറേ സമയം എഴുതുമ്പോ കിട്ടും. ഇപ്പൊ ചായം. പഠിച്ചോ? എല്ലാവരും എഴുതി നോക്കിക്കോ. കൊറേ പ്രാവശ്യം എഴുതി നോക്കിക്കോ അതിന്റെ മുകളില്. ഉണ്ടോ? ദാ ഇവിടുന്ന് സ്റ്റാർട്ട്. ഒന്നും കൂടി എഴുതി തരണോ? ദാ ഇങ്ങനെ എടുത്തു. ഇതുണ്ടോ? എഴുതി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ താമര വരക്കാന്നാ മിസ് പറഞ്ഞ. ഇവിടെ ഇത് ഇങ്ങനെ മുട്ടിച്ചു. എന്നിട്ടോ ഇവിടുന്ന് ഇങ്ങനെ മുട്ടിക്കുക. എന്നിട്ടോ ഇവിടുന്ന് ഇങ്ങനെ മുട്ടിക്കുക. ശരിയാവുന്നില്ല അല്ലെ? കാണാൻ സ്റ്റൈലില്ല അല്ലെ? ഓക്കെ, എങ്ങനെ എഴുതണം? ഇവിടുന്ന് എടുത്തു, ഇങ്ങനെ ഉള്ളിലോട്ട് എടുത്ത് പുറത്തേക്ക് എടുത്തു. ചായം. എല്ലാ മക്കളും പഠിച്ചോ? പഠിച്ചു കഴിഞ്ഞോ? ചായം. പഠിച്ചോ എല്ലാവരും? മിസ് ഒന്നും കൂടി എഴുതാ. ഓക്കെ, അല്ലേ? യാണ് നെക്സ്റ്റ് ലെറ്റർ വ്യഞ്ജനാക്ഷരങ്ങൾ. അടുത്തത്
താരം എന്നാണ് നമ്മൾ വേർഡ്സ് പഠിച്ചത് അല്ലെ. ഇതിൽ ഏതാക്ഷരം? ര. ര നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്, നമ്മൾ പഠിച്ചാണ്. റ ര അല്ലെ. ആ റാ എഴുതിയിട്ട് ഇങ്ങനെ ഉള്ളിൽ കൂട്ടുന്നത്, അത് നിങ്ങൾ പഠിച്ചല്ലേ മക്കളെ? ര എഴുതിയേ അൻവിത. ഡാൻസ് കളിക്കല്ല അൻവിത. ഡാൻസ് കളിക്കരുത്. നല്ല ഡാൻസ് ആണല്ലോ. നെക്സ്റ്റ് അടുത്തത് ഏതാ? രാ നമുക്ക് അറിയുന്നല്ലേ മക്കളെ? എല്ലാവർക്കും അറിയുന്നാണോ? പഠിച്ചിട്ടുണ്ടോ? ആ പഠിച്ചിട്ടാ? ആര് പഠിച്ചിട്ടേ? ആദ്യം നമ്മൾ പഠിച്ചില്ലേ? റാ രാ ന ത പ, അതൊക്കെ നമ്മൾ പഠിച്ചല്ലേ? ഓക്കെ. നെക്സ്റ്റ് വൺ നോക്കിയേ. അടുത്തത് രാ കഴിഞ്ഞ ഏതാ മക്കളെ? ല. ഏതാണ്? ല. യാ രാ ല നമ്മൾ പഠിച്ചാണ്. വല തല എന്നൊക്കെ നമ്മൾ പഠിച്ചാണ്. ല അല്ലേ? ഇല്ല. എങ്ങനെയാ? ഇവിടുന്ന് എടുത്തു, ഇങ്ങനെ എടുത്തു, ഇങ്ങനെ എടുത്തു, ഇങ്ങനെ എടുത്തു, ഇങ്ങനെ എടുത്തു, മുകളിലോട്ട്. നമ്മളില്ല ഓൾറെഡി പഠിച്ചാണ്. എന്താണ് പാത്തുക്കുട്ടി? ഫാത്തിമക്ക് എന്തൊക്കെയോ, ഫാത്തിമ എന്തെല്ലോ കളിക്കുന്നുണ്ട് അമ്മയോട് അല്ലേ? എഴുതി കഴിഞ്ഞോ? അതെയാ? ആർക്കാണ് മേ ഐ ഗോ ടു ടോയ്ലറ്റ് ചോദിക്കണം കേട്ടോ. ഓക്കെ. ആർക്കാണ് അത്യാവശ്യം? പോയിട്ട് അർജന്റ് അല്ലേ? ആ എന്നാ ഷാസിലേ. യെസ് ഗോ. യാ രാ ല. യാ രാ ല. അഭിനവ് എന്താ എഴുതിയില്ലേ അഭിനവേ? യാ രാ ല. നെക്സ്റ്റ് വൺ ഏതാ? വാ നമ്മൾ പഠിച്ചതാണ്. വാ വാ. യാ രാ ല വ. യാ രാ ല വ. വല എന്നൊക്കെ നമ്മൾ എഴുതിയല്ലേ? എന്ത് പറ്റി ആയിഷക്കുട്ടി? എന്ത് പറ്റി മോളെ? വിശക്കുന്നുണ്ടോ? ഓ പഠിച്ചോ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ യാ രാ ല വ. നെക്സ്റ്റ് വൺ ഷ. അത് നമ്മൾ പഠിക്കാത്തൊരു അക്ഷരമാണ്. അപ്പൊ പഠിക്കണം അല്ലെ? എങ്ങനെ എഴുതണം? ഗ പഠിച്ചിട്ടേ? കാക്ക ഗ ഗ മൂന്നാമത്തെ പഠിച്ചിട്ടുണ്ടോ? ഈ ലെറ്റർ പഠിച്ചിട്ടുണ്ടോ? ഇത് പഠിച്ചിട്ടുണ്ടോ? ആ മൂന്നാമത്തത്. അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കൂട്ടുവാൻ വേണ്ടി ഷ ഉണ്ടോ? ഈ അക്ഷരം നമ്മൾ കാക്ക ഗ ഖ നിലയിൽ ഗ പഠിച്ചിട്ടില്ലേ? ഗദ അല്ലേ? ആ ഈ ഗാബ എഴുതുക, എന്നിട്ട് എന്ത് ചെയ്യാ? ഉള്ളിൽ കൂട്ടുക. ഇതാണ് ശ. അപ്പൊ യാ രാ ല വ ശ. ഇത്രേ വേണ്ടു നമുക്കിന്ന്. യാ രാ വ ഗാറിയില്ലേ? ഖ ഗ മൂന്നാമത്തെ ഗായാണ് എഴുതേണ്ടത് ആദ്യം. ഇതാ ആ ഗതയുണ്ടോ? ആ ഗത എന്നതില് ഇങ്ങനെ കൂട്ടണം. എന്നാ ഷായായി. ആ ഗായില്ലേ? ഓക്കെ. അപ്പൊ ഇതാണ് ഷ. കണ്ടോ മക്കളെ? ഷ. അപ്പൊ യാ രാ ല വ ശ. മേശ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. അപ്പൊ ഷ എഴുതിയോ? അപ്പൊ നമ്മള് ഖായിഖ ഖായിഖ ഗ ഛായിഛ ജായിഛ ഞ ഠായിഠ ഠായിഠ ന തായിഥ ദായിഥ ന പൈഫ ബൈഫ മ. ഇത്രയും നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് യാ രാ ല വ ശ. എന്താണ് ഉമറേ അങ്ങനെ പിടിച്ചു വലിച്ച? അമ്മക്ക് വേദനിക്കില്ലേ? ആരാ അടുത്ത് നിൽക്കുന്നേ? വേദനിക്കില്ലേ? ഓക്കെ. അപ്പൊ യാ രാ ല വ ശ എഴുതി കഴിഞ്ഞോ? ഫിനിഷ് ആണോ ഉമറേ? പഠിച്ചോ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. അപ്പൊ എല്ലാം പഠിച്ചോ മക്കള്?
അപ്പൊ നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളിൽ ലാസ്റ്റ് അങ്ങ് അവസാനത്തേക്ക് എത്തിയെന്ന് കേട്ടോ. അപ്പൊ യാരാ ലാവ ഷാ വരെ പഠിച്ചു. ഇനി ഷ സ ഹ ള ഴ. ഷ സ ഹ ള ഴ റ. ഇത്രയും ലെറ്ററും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ വ്യഞ്ജനാക്ഷരങ്ങൾ കംപ്ലീറ്റ് ആവും. നിക്ഷ എത്ര എത്തിനാവുന്ന ഇപ്പൊ പഠിക്കണ്ട അല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് ഷാ വരെ പഠിച്ചു. മുഹമ്മദ് ഷാസെല്ലാം വെരി ഗുഡ്, നന്നായി എഴുതിയിട്ടുണ്ട്. ഏബൽസിൻഡോ എഴുതിയോ മോനെ? ഡെൽവിൻ ബിജു വൈഗ വെരി ഗുഡ്. മാത്യു വെരി ഗുഡ്. ഇഷാനി ഷാനു ഷഹല് എല്ലാരും എഴുതിയിട്ടുണ്ട് മക്കള്, വെരി ഗുഡ്. ഷഹൽ. ഏതൻ തോമസ് എഴുതിയോ മോനെ? മുഹമ്മദ് റഫാൻ, ആദിഷ്, ഫാത്തിമ മെഹറിൻ, അഭിനവ് ഒക്കെ എല്ലാവരും എഴുതിയേ മക്കള്? വെരി ഗുഡ്. അഭിനവ്, ആദിഷ് വെരി ഗുഡ്. അൻവിത, ലുബാബ, ഐഷ മാന വെരി ഗുഡ്. ആദിശ്രീ വെരി ഗുഡ്. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് യാ രാ ലാ വാ ഷ വരെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് പവർഗങ്ങളും പഠിച്ചു, പിന്നെ യാ രാ ലാ വാ ഷ വരെയുള്ള അക്ഷരങ്ങളും പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഡെൽവിൻ എന്താ പരിപാടി? ഡെൽവിൻ എന്റെ പപ്പിക്കുട്ടിനെ അടുത്ത് ഉമ്മ വെക്കുവാണോ? ഷാസിലെ വെരി ഗുഡ്. ആരെ? കാണിക്കും കാണിക്കും കാണിക്കാം. ഏബലെ ഏബൽ ഷിൻഡോ കാണിക്കാട്ടോ. ഏത് കാക്ക കാക്ക മുതല് വേണോ മോനെ? അല്ല ഇത് മതിയോ? നമ്മളെ കഴ്സീവ് ബുക്കിൽ എഴുതണം കേട്ടോ. അക്ഷരദീപം ബുക്കിൽ എഴുതണം മക്കള്. നമ്മുടെ ഹോംവർക്ക് എഴുതണം. അതുപോലെ തന്നെ 2 ലൈൻ ബുക്കിലും എഴുതണം. ദാ യാ രാ ലാ വാ ഷ. ഷായാണോ എഴുതേണ്ടത്? ഒന്നുകൂടി ദാ ശമേശ, ശലഭം എന്നൊക്കെ എഴുതുന്ന ഷായാണിത്. ഓക്കെ. അപ്പൊ നമ്മൾ ഇത്രയും അക്ഷരങ്ങൾ പഠിച്ചു. ഇനി നമുക്ക് കുറച്ച് അക്ഷരങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ വ്യഞ്ജനാക്ഷരങ്ങൾ കംപ്ലീറ്റ് ആവും. ഓക്കെ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഇനി 3 മിനിറ്റേ ഉള്ളൂ അല്ലേ? ഓക്കെ ബൈ. കുറച്ച് മുന്നേ മിസ് കട്ട് ചെയ്യുന്നു, കാരണം നിങ്ങൾക്ക് ഓൾറെഡി ഇനി 3 പീരീഡ് കൂടി ഉണ്ട് അല്ലേ? ഓക്കെ ബൈ. സി യു. റിയാൻ എന്തേ റിയാനെ? ഓക്കെ ബൈ. സി യു. ഓക്കെ ബൈ. റിയാൻ വെരി ഗുഡ്. ഓക്കെ താങ്ക് യു. ഇനി 3 മിനിറ്റ്, ഇനി 2 മിനിറ്റേ ഉള്ളൂ. ഓക്കെ ബൈ ബൈ.